വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. ഡൽഹി രോഹിണിയിലെ പ്രശാന്ത് വിഹാറിൽ സ്ഫോടനം. PVR തിയേറ്ററിന് സമീപമാണ് സ്ഫോടനം ഉണ്ടായത്. പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ പ്രശാന്ത് വിഹാറിലെ ഒരു സ്കൂളിന് സമീപത്തും സ്ഫോടനം നടന്നിരുന്നു. എന്നാൽ ഈ സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ER രാകേഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. രാകേഷ്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പ്രശാന്ത് നഗറിൽ ഒരു സ്ഫോടനം ഉണ്ടായെന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് ഒരു ആസൂത്രിതമായിട്ടുള്ള സ്ഫോടനമായി കരുതണോ? വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ടോം, ഇന്നൊരു 11:45 കൂടിയാണ് പ്രശാന്ത് വിഹാറിൽ സ്ഫോടനം ഉണ്ടായത്. അതായത് PVR തിയേറ്ററിന് സമീപം തന്നെ ഒരു ബൻസിവാല എന്ന് പറയുന്ന ഒരു ബേക്കറിക്ക് സമീപമാണ് ഈ സ്ഫോടനം നടന്നത്. ഒരു വലിയ ശബ്ദം കേട്ടു എന്നാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഒരാൾക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഈ പ്രദേശം ഇപ്പോൾ സീൽ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഡൽഹി പോലീസ്, ക്രൈംബ്രാഞ്ച്, സ്പെഷ്യൽ സെൽ തുടങ്ങിയവരൊക്കെ തന്നെ ഈ സ്ഥലത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. NIA സംഘവും അല്പസമയത്തിനകം ഈ പ്രദേശത്തേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇവിടെ നിന്ന് ഒരു വെള്ള നിറത്തിലുള്ള ഒരു പൊടി പോലുള്ള വസ്തു കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് എന്ത് എന്ന് പരിശോധിച്ച് വരികയാണ്. ഏതായാലും ഒരാൾക്കാണ് പരിക്കേറ്റുള്ളത് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഡൽഹിക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സംഭവമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതേ സ്ഥലത്ത് തന്നെയാണ് ഒക്ടോബർ 20-ന് സ്ഫോടനം, ഇതിന് സമീപത്ത് തന്നെയാണ് സ്ഫോടനം നടന്നത്. അന്ന് ഒരു സ്കൂളിന് സമീപത്തായിരുന്നു സ്ഫോടനം നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ തിരക്കേറിയ ഒരു തിയേറ്ററിന് സമീപമാണ് ഈ സ്ഫോടനം നടക്കുന്നത്. പക്ഷേ ഒക്ടോബർ 20-നുണ്ടായ സ്ഫോടനം ആദ്യം ക്രൂഡ് ബോംബ് ആണ് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീടുണ്ടായ അന്വേഷണത്തിൽ ഈ വേസ്റ്റ് കൂമ്പാരത്തിന് തീ പിടിച്ച് അതിൽ നിന്നൊരു പൊട്ടിത്തെറി ഉണ്ടായതാണെന്ന നിഗമനത്തിലേക്കാണ് പിന്നീട് പരിശോധനകളൊക്കെ തന്നെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആസൂത്രിതമാണോ എന്ന കാര്യത്തിലേക്ക് അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് NIA ബോംബ് സ്ക്വാഡ് ഒക്കെ തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളപ്പൊടി അത് എന്താണെന്ന പരിശോധന ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ഏതായാലും പരിശോധന തുടരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ടോം, ഇത് വലിയ രീതിയിൽ രാജ്യതലസ്ഥാനത്ത് വലിയ ആശങ്ക പടർത്തിയിട്ടുണ്ടോ? കാരണം രാകേഷ് സൂചിപ്പിച്ചതുപോലെ ഈ സമീപകാലത്ത് ഇതുപോലുള്ള സ്ഫോടനങ്ങൾ, ചെറു സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഏറെ ജാഗ്രത പുലർത്തേണ്ട വിഷയമല്ലേ? ഏതെങ്കിലും ഒരു തീവ്രവാദ പശ്ചാത്തലമുള്ള സംഘടനകളെയോ മറ്റോ സംശയമുണ്ടോ? തീർച്ചയായും ടോമു, വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രദേശം പൂർണ്ണമായി സീൽ ചെയ്തുകൊണ്ടൊരു പരിശോധന അന്വേഷണ സംഘത്തിന്റെ, പ്രത്യേകിച്ച് പോലീസിന്റെയും സ്പെഷ്യൽ സെല്ലിന്റെയും ഒക്കെ തന്നെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. കാരണം പല പ്രദേശങ്ങളും, ഈ പ്രദേശം പൊതുവെ തിരക്കേറിയ സ്ഥലമാണ്. മാത്രമല്ല PVR തിയേറ്റർ എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥലമാണ്. കൂടാതെ ഒരു പ്രധാനപ്പെട്ട ബേക്കറി ഈ പരിസരത്തുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആസൂത്രിതമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ പരിശോധിച്ച് വരുന്നു എന്നാണ് ഡൽഹി പോലീസ് വരുന്നത്. പക്ഷേ ഇതിന് കൂടുതൽ സംശയങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇട നൽകുന്നത് ഈ വെള്ളപ്പൊടി അവിടെ കണ്ടെത്തിയതാണ്. അപ്പോൾ അത് എന്ത് എന്ന പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. ഒരുപക്ഷെ NIA സംഘവും അല്പസമയത്തിനകം തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരും. NIAയും ഈ സംബന്ധിച്ച പരിശോധന നടത്തും. ഏതായാലും ഫോറൻസിക് പരിശോധന അടക്കം നടത്തിയ ശേഷമാണ് ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ആസൂത്രിതമായ നീക്കമാണോ തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു നിഗമനത്തിലേക്ക് എത്തുക. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് ജനവാസ മേഖലയിൽ ഇത്രയും അടിക്കടി ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾ പ്രത്യേകിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ സുരക്ഷാ മുന്നറിയിപ്പ് ഇപ്പോൾ ഡൽഹിയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ടോം, ഈ സ്ഫോടക വസ്തു എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രാഥമികമായ പരിശോധനയിൽ രാകേഷ് സൂചിപ്പിച്ചതുപോലെ പോലീസുണ്ട്, NIA സംഘമുണ്ട്. ഈ പ്രാഥമികമായ പരിശോധനയിൽ ആ സ്ഫോടക വസ്തു എന്തായിരുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോം, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കാരണം ഈ സ്ഫോടക വസ്തു എന്താണെന്ന് പരിശോധിച്ചു വരുന്നു എന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ സെൽ വ്യക്തമാക്കുന്നത്. പക്ഷേ അവർ ഇപ്പോൾ നൽകുന്ന വിവരം ഇത് മാത്രമാണ്. അതായത് വെള്ള നിറത്തിലുള്ള ഒരു പൊടിയാണ് എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇതെന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കൂടുതൽ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. അത്തരം പരിശോധനകൾ നടന്നു വരുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ഒരാൾക്ക് പരിക്കുണ്ട്. അയാളുടെ പരിക്ക് ഗുരുതരമല്ല എന്ന് കൂടി പറയുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. കാരണം ഒരു തിയേറ്റർ ആ പരിസരത്തുണ്ട്, ഒപ്പം ബേക്കറി ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടെ CCTV ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചതടക്കമുള്ള കാര്യങ്ങളുടെ CCTV ദൃശ്യങ്ങളടക്കം
പോലീസ് ശേഖരിച്ചു വരികയാണ്. അതിന്റെ അടിസ്ഥാനത്തിലും ഒപ്പം ഈ വെള്ള വസ്തു എന്ത് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന, ഫോറൻസിക് പരിശോധന അടക്കം നടത്തിയ ശേഷമായിരിക്കും ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ആസൂത്രിത സ്വഭാവമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്തുക. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ ജാഗ്രത ഡൽഹിയിലുണ്ട്. കാരണം രാജ്യ തലസ്ഥാനമാണ്, പ്രധാനപ്പെട്ട പ്രദേശമാണ്, കൂടുതൽ ആളുകൾ പുറത്തിറങ്ങുന്ന മേഖലയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് ആസൂത്രിതമല്ലെങ്കിൽ പോലും ഈ പൊട്ടിത്തെറി ആളുകൾക്ക് വളരെ ഭീതി ഉണ്ടാക്കുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ പ്രദേശമാകെ തന്നെ സീൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരിശോധന അവിടെ തുടരുകയും ചെയ്യുകയാണ്. രാകേഷ്, അതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം ഒരേ സ്ഥലത്ത് തന്നെ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇതുപോലെ ചെറു സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. ഇത് ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുടെയോ മറ്റോ ഒരു മുന്നറിയിപ്പായി കാണണോ? കാരണം വലിയ സ്ഫോടനമല്ലേ, വലിയ ആൾനാശമില്ല, വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഇതൊരു ആശങ്കപ്പെടുത്തുന്നുണ്ട്, ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. നേരത്തെ രാകേഷ് സൂചിപ്പിച്ചതുപോലെ വലിയ ജനങ്ങൾ വലിയ രീതിയിൽ എത്തുന്ന ഒരു പ്രദേശം. ഈ ഒരു സ്ഥലത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? അങ്ങനെ ആർക്കെങ്കിലും അതിക്രമിച്ച് കയറാവുന്ന രീതിയിലുള്ള കാര്യമായ പോലീസിന്റെ സുരക്ഷയോ നിരീക്ഷണം ഒന്നും കാര്യമായി ഇല്ലാത്തൊരു പ്രദേശമാണോ അത്? ജനവാസ മേഖലയാണ്, തിരക്കേറിയ പ്രദേശം തന്നെയാണ് ടോം. കാരണം PVR തിയേറ്റർ എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അവർക്ക് ഇത്തരം തിയേറ്ററുകളുണ്ട്, പല മാളുകളിലും തിയേറ്ററുകളുണ്ട്. അങ്ങനെ ഒരു തിരക്കേറിയ പ്രദേശം തന്നെയാണ് ഈ പ്രശാന്ത് വിഹാർ. മാത്രവുമല്ല ബേക്കറി സ്വാഭാവികമായും താരതമ്യേന വലിയ ബേക്കറിയാണ്, അവിടെ നിരന്തരം ആളുകൾ എത്തുന്നുണ്ട്. അപ്പോൾ ആ പ്രദേശത്ത് എങ്ങനെ ഒരു സ്ഫോടനം നടന്നു എന്നുള്ളതാണ്, ഈ പൊട്ടിത്തെറി ഉണ്ടായി എന്ന പരിശോധനയാണ് ഇപ്പോൾ പോലീസ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. പക്ഷേ സമീപകാലത്തൊന്നും ഡൽഹിയിൽ ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ ഒക്ടോബർ 20 ഈ പ്രദേശത്ത് ഉണ്ടായി എന്ന സംഭവമുണ്ട്. അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ സമീപകാലത്തൊന്നും ഡൽഹിയിൽ ഇത്തരം പൊട്ടിത്തെറികളോ അല്ലെങ്കിൽ സ്ഫോടനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മുൻപ് ഏതാണ്ട് 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് വലിയ സ്ഫോടന പരമ്പര തന്നെ ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ അത്തരം ഒരു സാഹചര്യം തന്നെ ഡൽഹിയിൽ സമീപകാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനെ ആശങ്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ മാസം ഇതേ സ്ഥലത്ത് തന്നെ ഇത്തരം ഒരു പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ്. പക്ഷേ അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം, അത് ആസൂത്രിതമല്ല, അത് ഈ വേസ്റ്റ് കൂന പൊട്ടിത്തെറിച്ചാണ്, അതിന് തീ പിടിച്ച് പൊട്ടിത്തെറിച്ചാണെന്ന നിഗമനത്തിലേക്കാണ് പിന്നീട് എത്തിയത്. അതുപോലെ തന്നെയാണോ ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത്, അതോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആസൂത്രിത നീക്കം ഇതിനകത്ത് നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇനി അന്വേഷണത്തിൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അത് സംബന്ധിച്ച പരിശോധനകളാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. പക്ഷേ ഈ അന്വേഷണത്തിൽ ഒരു നിർണായകമാവുക ഈ പൊടി എന്തെന്ന് കണ്ടെത്തുകയായിരിക്കും. അത് സംബന്ധിച്ച പരിശോധന നടന്നു വരുന്നു എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. വ്യക്തമാണ്. ER രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി പ്രശാന്ത് വിഹാറിലാണ് രാജ്യതലസ്ഥാനത്ത് നടക്കിയ സ്ഫോടനമുണ്ടായത്. കാര്യമായ നാശനഷ്ടമോ ആളുകളെ സംബന്ധിച്ച് അപകടം സംഭവിക്കുന്ന രീതിയിലുള്ള വലിയ ഒരു ദുരന്തമൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ജാഗ്രതയോടെ ഈ വിഷയത്തെ കാണണം. പോലീസ് അതീവ ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയിട്ടുമുണ്ട്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത്